കർത്താവെ, നിന്റെ തിരുമുറുവാർന്ന വലതുകരം കർത്താവെ ഉള്ളംകാലം ഉച്ചവരെ കർത്താവെ സ്പർശിക്കട്ടെ എന്ന് മക്കളെ സ്തുതിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിലെ കുരിശിൻ്റെ അടയാളത്തിൽ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിൽ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ 36 കൊല്ലം അർപ്പിച്ച കുർബാനയുടെ ശക്തിയായ കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥ മാരക രോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറട്ടെ. സ്തുതിക്കട്ടെ. So that you will again suffering from the same disease. Thank you, Jesus. En jeevane kaanum nee valiyadaan enikku. സന്തോഷത്തോടെ പാടുക. En jeevane kaanum nee valiyadaan enikku. ആരാധന യാത്രയ്ക്കുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരീക്ഷയ്ക്കുള്ളവരെ, ഈ ആഴ്ചയിൽ ഇൻ്റർവ്യൂ ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ പോകുന്നവരെ, യാത്ര ചെയ്യാൻ പോകുന്നവരെ, വിദേശ യാത്ര, വിദൂര യാത്ര, അതുപോലെ തന്നെ പലതരത്തിലുള്ള കോടതി കേസുകൾ, തർക്കങ്ങൾ, സമരിയാകുന്ന ചർച്ചാ സമ്മേളനങ്ങൾ എല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഭാഗോടമ്പടി നടക്കാത്തവരെ, അതിൽ തർക്കപ്പൊരിടമുള്ളവർ, സ്ഥലം വിറ്റ് മാറ്റാൻ പറ്റാത്തവർ, സ്ഥലം വാങ്ങിക്കാൻ പറ്റാത്തവർ, വീട് വെക്കാൻ പറ്റാത്തവർ, വാടക താമസിക്കുന്നവർ, ഒറ്റയ്ക്കും പാട്ടത്തിനും താമസിക്കുന്നവർ, ഇൻ്റർവ്യൂ ടെസ്റ്റ് എഴുതിയതിനു ശേഷം റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, സർട്ടിഫിക്കറ്റ് വിത്ത് ഹെൽഡായി പോയവർ, വിദേശ രാജ്യങ്ങളിലെ പഠനം പൂർത്തിയാക്കാതെ പോരേണ്ടി വന്നവർ, തിരിച്ചു പോകേണ്ടി വരുന്ന അവസ്ഥയിൽ പണമില്ലാതെ വിഷമിക്കുന്നവർ, അങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകളിലെ പഠനങ്ങൾക്ക് കർത്താവെ ഓഫർ ലെറ്റർ വന്നു, അതേസമയം തന്നെ വിസ വരാത്തവരെ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകളിലെ ഈ ആഴ്ചയിലെ ഇൻ്റർവ്യൂവും ടെസ്റ്റും വ്യത്യസ്തമായ പ്രധാനപ്പെട്ട ഡേറ്റുകളുള്ളവർ, ഇന്ന ഡേറ്റുകൾ സമയമുള്ളവർ, ആ സമയത്ത് കർത്താവ് പ്രവർത്തിച്ചില്ലെങ്കിൽ അവിടെ ജീവിതം കുരുങ്ങിപ്പോകുന്നവരെല്ലാവരും സ്തുതിക്കട്ടെ. എൻ ജീവനെ കാണും നീ വലിയതാണ്. ആരാധന 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 ആരാധന. എൻ ജീവനേക്കാൾ ഒരുമിച്ച് പാടുക. എൻ ജീവനെ കാണും നീ വലിയതാണ് എനിക്ക്. എൻ ജീവനെ കാണും നീ വലിയ
ഒരിക്കൽ കൂടി എൻ ജീവനേക്കാൾ എൻ ജീവനേക്കാളും നീ വലിയതാണെനിക്ക്. തിരിച്ചടുത്ത മാസം ഇവിടെ വരുമ്പോൾ ഞാൻ നിൽക്കുന്നുണ്ടാവും ഇവിടെ. അപ്പോൾ പറയാം, വെച്ചാൽ എൻ്റെ കൈ ഇങ്ങനെ തളർന്നിരിക്കുകയാണെന്ന് പറയും. ഒരു കൈ ആമവാദമാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇവർ നടത്തിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയത്തില്ല. കുറേ ആൾക്കാരിങ്ങനെ ലൈൻ നിൽക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കത്തുള്ളൂ. എപ്പോഴും അങ്ങനെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവം മഹത്വപ്പെടണം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് അടയാളം ഉണ്ടാകണം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് അടയാളം കിട്ടുന്നതനുസരിച്ച് മാത്രമേ സഭ ഇത് വ്യാപകമായ രീതിയിൽ പഠിക്കുകയും ദുരന്തമുണ്ടാകാൻ പോകുന്ന പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ തിരുമനസ് മലയാള സമൂഹം വിട്ട് ലോകം മുഴുവനും ദൈവമനസ്സറിയണമെങ്കിൽ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പറയുന്ന പോലെ ആ പ്രത്യക്ഷീകരണ സഭ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കണം. അതിന് ആഴമായ അടയാളങ്ങൾ കിട്ടണം. അപ്പോൾ അടയാളങ്ങൾ കിട്ടാൻ വേണ്ടിയാണ് ഞാനെപ്പോഴും വിശുദ്ധീകരിച്ചും വചനങ്ങളെ പഠിച്ചും പ്രാർത്ഥിച്ചും നിങ്ങളെ വിശുദ്ധീകരിച്ചും വിശ്വസ്തതയ്ക്ക് വേണ്ടി നിങ്ങളെ പ്രേരിപ്പിച്ചും ഉടമ്പടിയോട് നിങ്ങൾ ഐക്യപ്പെടുത്തി നിർത്തുന്ന സമയത്ത് ഞാൻ അതേ നോക്കത്തുള്ളൂ. അതുകൊണ്ടാണ് പല ആൾക്കാരും അതിനോട് ബന്ധപ്പെട്ട് സഹകരിക്കാൻ പറ്റാത്ത ആൾക്കാരില്ലേ. ഞങ്ങൾക്ക് ഉടമ്പടി എടുക്കാൻ സമയമൊന്നുമില്ല, തലക്കൊന്നും പിടിക്കുകയെന്ന് ചോദിച്ചുകൊണ്ട് ചില ആൾക്കാർ വരും. ഉടമ്പടി എടുക്കാൻ സമയമില്ല, തലക്കൊന്നും പിടിക്കുക. അപ്പം ഞങ്ങൾ ഇവിടുത്തെ അവിടെ പറയും നിങ്ങൾ അർത്തക്ക പള്ളി പോയാൽ മതി എന്ന് പറയും. കാര്യം അങ്ങനെ ഇത് തീർത്ഥാടന പള്ളിയല്ലല്ലോ ഇത് ദൈവം മനുഷ്യനുമായിട്ട് ഉടമ്പടി ചെയ്തിട്ട് വിശുദ്ധ ഗ്രന്ഥപ്രകാരം സുവിശേഷ സാക്ഷിയായി വ്യക്തി ഉയർന്ന് ദൈവത്തിന് ഒത്ത ഒരു കക്ഷിയായി മാറി ദൈവത്തിന് വേണ്ടി ജീവിക്കണ ഒരു ധ്യാനകേന്ദ്രമാണ്. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ ചെയ്യത്തുള്ളൂ, വേറെ ഒന്നും ചെയ്യത്തില്ല. ഇപ്പോൾ ഒരു ക്യാൻസർ ആണെന്ന് പറഞ്ഞാൽ ഓക്കെ, നിങ്ങൾ ആദ്യം ഉടമ്പടി എടുത്ത് ദൈവമായിട്ട് നിരപ്പാകാൻ പറയും. മനസ്സിലായി? അതാണ് ആദ്യം ചെയ്യത്തുള്ളൂ. കരുണ കാണിക്കണമെന്ന് പറഞ്ഞാൽ ഉടമ്പടി എടുക്കുക എന്നുള്ള വിഷയത്തിലാണ് കാരുണ്യമുള്ളത്. അപ്പോഴവരതിന് റെഡിയാകും. കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ രോഗിക്ക് കയറാൻ പറ്റത്തില്ലെങ്കിൽ കൂടെ വന്ന ആൾക്കാർ കയറാൻ പറയും. കൂടെ വന്ന ആൾക്കാരെ കയറി ഉടമ്പടി എടുക്കുക. അപ്പം കൂടെ വന്ന ആൾക്കാർ ചുമ്മാ ഒരു തരം എന്താണ് ഈ ചുമട്ട് തൊഴിലാളികളെ പോലെ പിന്നെ സ്വന്തം മകനായിരിക്കുമേ അമ്മേനെ ചോട്ടോ തൊഴിലാളിനെ പോലെ വരും. ഇവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്യും. എന്നിട്ട് അവൻ അവിടെ പുറത്ത് പോയി നിൽക്കും. അങ്ങനെ ഡംപ് ചെയ്യാൻ പറ്റത്തില്ല. അവനെ വിളിക്കും. ഞാൻ വിളിച്ച് പറയും, നീ മര്യാദയ്ക്ക് അമ്മയ്ക്ക് വേണ്ടി ഉടമ്പടി ചെയ്യാൻ പറയും. ഉടമ്പടി ചെയ്യുമ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, പിന്നെ പഴയതുപോലെ ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോഴേ ഈ സത്യസന്ധമായിട്ട് അമ്മ സൗഖ്യപ്പെടണമെന്ന് ഈ മകൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ തീർച്ചയായിട്ടും അത് ചെയ്യും. അമ്മ ചത്താലും ജീവിച്ചാലും അവന് പ്രശ്നമൊന്നുമില്ല, ചത്ത് കിട്ടി അത്രയും നല്ലതെന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരാണ് ചുമട്ട് തൊഴിലാളികളായിട്ട് മാതാപിതാക്കന്മാരെ കൊണ്ടുവരുന്നത്. അവരൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്ത് വെച്ചും ലോഡ് ഇറക്കി വെച്ചും അവർ പോയി അവിടെ നിന്ന് പിടിയും വിളിച്ച് സിഗരറ്റും വെച്ച് നിൽക്കും. അപ്പോൾ ആ കേസൊന്നും ഇവിടെ എടുക്കത്തില്ല. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. കാര്യം ഞങ്ങളുടെ സമയത്ത് ഞങ്ങൾക്ക് ഉടമ്പടിയാണ് അമ്മ തന്നിരിക്കുന്നത്. അതിന് ലക്ഷ്യമുള്ളത് അമ്മയുടെ പ്രത്യക്ഷീകരണമാണ്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് ആര് സാക്ഷിയാകാൻ തയ്യാറാകുന്ന രീതിയിൽ സമർപ്പിതരാകാൻ പോകുന്നു അവരാണ് ഈ ഉടമ്പടി എടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ഉടമ്പടി എടുക്കുന്നവർ ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും, അവരെ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവരുടെ സാക്ഷ്യങ്ങൾ കിടിലൻ സാക്ഷ്യങ്ങളൊക്കെ മാറാൻ വേണ്ടി അവരെ വിശുദ്ധീകരിച്ച് ശക്തീകരിച്ച് അവർക്ക് കൗൺസിലിംഗ് ചെയ്തും അവരെ അതനുസരിച്ച് ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഇവിടെ നടക്കുന്ന കൗൺസിലിങ്ങും എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. ലക്ഷ്യം മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുക്കുക, ലോകത്തിനത് പ്രധാനപ്പെട്ട കാര്യമായി മാറുക. മറിച്ച് നിങ്ങൾ സുവിശേഷത്തിന് സാക്ഷികളാകുക, ദൈവത്തിന് വേണ്ടി ജീവിക്കുക, വിശുദ്ധീകരിക്കുക, നിങ്ങളെ ശക്തീകരിക്കുക, സാക്ഷികളാകുക. അത്തരം കാര്യങ്ങൾ നടക്കണം ഉടമ്പടിയിലൂടെ. അപ്പോഴേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതിനെല്ലാം നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ, കർത്താവ് ദൈവമേ, ഉടമ്പടിയുടെ ആത്മാവ് പറഞ്ഞുകൊണ്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷിയായി ജീവിക്കാൻ എന്നെ ശക്തീകരിക്കണമേ. അപ്പൊ ഈ പ്രേക്ഷിത പ്രവർത്തനയുടെ ശക്തീകരണത്തിനാണ് ഷീജ വരണത്. അപ്പൊ ഈ കൈ അനങ്ങണില്ലല്ലോ. അപ്പം കുറച്ചൊക്കെ ഇപ്പോൾ ഈ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ കൂടിക്കഴിഞ്ഞപ്പോൾ മാതാവ് ഒരു 50% ഹീലിംഗ് കൊടുത്ത് 50% ഹീലിംഗ് കൊടുത്ത്. അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിച്ചതല്ല, അമ്മ കൊടുത്തതാണെന്നറിയാൻ വേണ്ടി 50% കൈ പൊങ്ങാൻ തുടങ്ങി. ആ 50% കൈ പൊങ്ങാൻ തുടങ്ങിയ കൈയും കൊണ്ട് ഇവിടെ വരുമ്പോൾ ഒരു വിശ്വാസപ്രവണത ചെയ്യുള്ളൂ. ആ കയ്യെ തൊട്ട് അപ്പോൾ തന്നെ കൈ പഴയതുപോലെ ബലം പ്രാപിച്ചു. പെട്ടെന്നാണ് സംഭവിക്കുന്നത്. ഇത്രയുമാണ് ഉടമ്പടി സംഭവം. അപ്പോൾ ഷിജ എന്താ പറയണത്, ഇപ്പം എനിക്ക് 2 പഴമെടുത്ത് പൊക്കാൻ പറ്റും, അതാണ് സ്വപ്നം. അമ്മ എന്താ പറഞ്ഞത്, നീ കുറച്ചായിട്ട് നിനക്ക് കിട്ടിയത് പാസ് ചെയ്യുക.
അപ്പോൾ പിന്നെ ഞാൻ തരൂ, അത് നീ പാസ് ചെയ്യുക. അവസാനം നിനക്ക് നിൻ്റെ കൈ 2 പടലപ്പഴം എടുത്ത് പൊക്കാൻ പറ്റുന്ന രീതിയിൽ നിൻ്റെ കൈ ഞാൻ ശക്തിപ്പെടുത്തുമെന്നാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്യേണ്ടത് അമ്മയാണ്. അപ്പം നമ്മൾ ചില ആൾക്കാരൊക്കെ പറയും, ഇപ്പോൾ നമ്മുടെ അച്ഛന്മാർക്ക് വരെ പേടിയാണ്, അവരിങ്ങനെ അമ്മ രോഗശാന്തി നൽകുക, പിന്നെ അവർ ത്രിത്വക ദൈവമൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ കൂടെ ചേർത്ത് മേമ്പൊടിയൊക്കെ ചേർത്തൊക്കെ അവർ പറയത്തുള്ളൂ. പണ്ടൊരു അച്ഛനുണ്ടായിരുന്ന അച്ഛനും ഇതുപോലെ തന്നെ അവർക്ക് അമ്മ അത് ചെയ്യുമെന്നുള്ളതിനെ പറഞ്ഞ് അമ്മ മധ്യസ്ഥം വഹിക്കുന്നതാണ് ഇവരുടെയൊക്കെ തലയിരിക്കുന്നത്. അല്ല, കൃപാസനം പഠിപ്പിക്കുന്നത് അമ്മ പുത്രൻ തമ്പുരാൻ്റെ മാതാവായ പരിശുദ്ധ ദേവമാതാവാണ്. ഒരു മനുഷ്യൻ്റെ കണ്ണീരൊപ്പാൻ അമ്മയ്ക്ക് കഴിയും. ലൂർദിലൊക്കെ നടക്കുന്ന ഇപ്പോൾ 70 അനുഭവങ്ങളെ, അതിശയങ്ങളെ ലൂർദിൽ അംഗീകരിച്ച് ആര് ചെയ്തതാണ്? അമ്മ ചെയ്ത അനുഭവങ്ങളാണ്. കൃപാസനത്തിൽ സംഭവിക്കുന്നത് അത് തന്നെയാണ്. അമ്മയെ ദൈവം അതിനു വേണ്ടി, രക്ഷകൻ്റെ അമ്മയല്ലേ, മദർ ഓഫ് ഗോഡാണ് അവരെ, രക്ഷകൻ്റെ അമ്മയാണ്. അതുപോലെ തന്നെ നിങ്ങൾ അതേ രീതിയിൽ തന്നെ അമ്മയോട് സുവിശേഷ വിഹിതമായി ജീവിക്കാൻ വേണ്ടി ദൈവത്തോട് നിങ്ങൾ പരിശുദ്ധ അമ്മ വഴി മാധ്യസ്ഥം വഹിക്കണം. അപ്പോൾ നിങ്ങളെ ദൈവം ശക്തിപ്പെടുത്തും. ആ ശക്തിപ്പെടുന്നതനുസരിച്ച് കൊണ്ട് നിങ്ങൾക്ക് അമ്മയുടെ മാധ്യശക്തി നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് അനുഭവവേദ്യമാകും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യം ചൊല്ലുക എന്നതിനേക്കാൾ ഉപരി ചെയ്യാൻ നോക്കണം. അമ്മ സുഖപ്പെടുത്തി എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ കൈയും കാര്യം തന്നു പോവുക. അത് ഏറ്റു പറയാനുള്ള ധൈര്യം ഉണ്ടാകണം നമുക്ക്. അമ്മയാണ് എന്നെ സുഖപ്പെടുത്തിയത്. അമ്മ ആരാണ്? രക്ഷകൻ്റെ അമ്മയാണ്, പിതാവ് ദൈവത്തിൻ്റെ മകളാണ്, പുത്രൻ തമ്പുരാൻ്റെ മാതാവാണ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രിയ വധുവാണ്, രക്ഷകര സംഭവത്തിൽ ത്രിത്വക ദൈവത്തിൻ്റെ മനുഷ്യ പങ്കാളിയാണ്. ഇവരാരാണെന്ന് വിചാരിക്കണത്? അതുകൊണ്ട് അവരുടെ മധ്യസ്ഥതയിലാണ് ഈ ഉടമ്പടി ചെയ്യണത്. അതുകൊണ്ടാണ് നമ്മൾ അവൻ പറയണ പോലെ ചെയ്യാൻ അമ്മ പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ അവൻ പറയണ പോലെ ചെയ്യണത്. അപ്പം മരിയൻ സുവിശേഷമാണ് നമ്മൾ നടപ്പിൽ വരുത്തുന്നത്, സാക്ഷിയാകണത്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഈശോനെ സ്വീകരിച്ചത് അമ്മയാണ്, വയറ്റിലിട്ട് വളർത്തിയത് അമ്മയാണ്, പെറ്റ് ലോകത്തെ വളർത്തിക്കൊടുത്തതും അമ്മയാണ്, സഭയുടെ കൂടെ ഉണ്ടായിരുന്നത് അമ്മയാണ്, സഭ സ്ഥാപിച്ചപ്പോഴും സഭ വളർത്തിയപ്പോഴും അപ്പോസ്തലന്മാരെ പറഞ്ഞു വിട്ടതും ലോകത്തെ സുവിശേഷവൽക്കരിച്ചതും അമ്മയാണ്, മുഴുവനും അമ്മയാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് മദർ ഓഫ് ചർച്ച് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്, സഭയുടെ മാതാവ്. അത്രയും ആ ലുത്തീനിയ മുഴുവനും എന്തുമാത്രം ഭാഷകൾക്ക് മനസ്സിലാവും, മദർ ആരാണെന്നൊക്കെ മനസ്സിലാവും. അത് നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളെ ഭംഗി കൊണ്ട് ലുത്തീനിയ വിട്ടുകളയരുത്. ജപമാലയെ ചില ആൾക്കാർ ലുത്തീനിയ ചെല്ലത്തില്ല. ലുത്തീനിയ ജപമാല രഹസ്യങ്ങൾ പോലെ തന്നെ ബലമുള്ളതാണ്. കാര്യം അത് അമ്മയിലൂടെ ദൈവം നിർവഹിച്ച, നൂറ്റാണ്ടുകളിലൂടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ സത്യങ്ങളെ വെളിവാക്കുന്നതാണ്. അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ഓരോരോ കാലഘട്ടങ്ങളിൽ, ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ എന്താ പറയണത്? മദർ ഓഫ് റെഫ്യൂജി, അഭയാർത്ഥികളുടെ മാതാവ് എന്ന് വിളിച്ചത് ഈ കാലഘട്ടത്തിൻ്റെ ഒരവസ്ഥയുടെ സാധ്യത മാതാവിൽ കണ്ടുകൊണ്ട് അമ്മ അഭയാർത്ഥിയായി നടന്ന ആളാണ് ശരിക്കും. അതുകൊണ്ടാണ് എല്ലാ തരത്തിലുള്ള അഭയാർത്ഥികളെ സന്ധിക്കാൻ വേണ്ടി, മനുഷ്യൻ്റെ കഴിവിനൊക്കെ അപ്പുറത്ത് അഭയാർത്ഥികളെ സന്ധിക്കാൻ സാധിക്കുന്നതും പരിശുദ്ധ അമ്മയ്ക്കാണ്. അപ്പം അതുകൊണ്ട് നീ എവിടെയായിരിക്കുന്നുവോ, നീ ഒരു അഭയാർത്ഥി. അവൻ പറഞ്ഞില്ലേ, എനിക്ക് ഭക്ഷണം കിട്ടില്ല അമ്മയെന്ന് ഇങ്ങോട്ട് വിളിച്ച് അവൻ്റെ അമ്മയെക്കുറിച്ച് പറയുക. ഞാൻ മുസ്ലിം പള്ളി വാതിക്കല താമസിക്കുന്നത്. അവൻ ആരാണ് ശരിക്കും പറഞ്ഞാൽ? അഭയാർത്ഥിയാണ് ശരിക്കും പറഞ്ഞാൽ. യുദ്ധം വരുമ്പോൾ അവിടുന്ന് ഓടിപ്പോണവർ മാത്രമല്ല അഭയാർത്ഥികൾ. വേറെയും കൂലിയില്ല, ജോലിയില്ലാതെ നടക്കുമ്പോൾ നമ്മുടെ ജനിച്ച മണ്ണിൽ അഭയാർത്ഥികളായി ജീവിക്കുന്നൊരു കാലമുണ്ട്. അപ്പോഴെല്ലാം അമ്മയാണ് നിനക്ക് അഭയം, അമ്മയാണ് നിനക്ക് ആശ്രയം. അഭിഷേകത്തോടെ കൈയടിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, അമ്മയുടെ മക്കൾക്ക് വേണ്ടി നീ മധ്യസ്ഥ പ്രാർത്ഥിക്കണമേ. യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. എൻ്റെ പേര് ശാന്ത, എൻ്റെ ഭർത്താവിൻ്റെ പേര് സുരേന്ദ്രൻ. എൻ്റെ സ്ഥലം തിരുവനന്തപുരം, ഇടവക
ചെവുള്ളൂർ ഇടവക. ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ ഭർത്താവിന് ഈശോ നൽകിയ രോഗസൗഖ്യത്തെ പറ്റി പറയുവാനാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. 2019 മെയ് 12 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. എൻ്റെ ഭർത്താവിന് സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ആദ്യത്തെ നിയോഗം ഭർത്താവിനെ സാമ്പത്തികമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് ആണ് ഉടമ്പടിയിൽ വച്ചത്. അത് ഈശോയുടെ കൃപയാൽ ഭർത്താവിനെ സാമ്പത്തികമായി ഭർത്താവിനെ അനുഗ്രഹിച്ചു. എൻ്റെ ഭർത്താവിന് 15 വർഷം കൊണ്ട് നടുവേദന ഉണ്ടായിരുന്നു. അങ്ങനെ നടുവേദന വരുമ്പോൾ ആശുപത്രിയിൽ പോയി ഇഞ്ചക്ഷൻ എടുക്കും, ഗുളികകൾ കഴിക്കും, വരും. അങ്ങനെ ചില ദിവസം എടുത്തുകൊണ്ട് പോകേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ ഡോക്ടർ പറഞ്ഞു ഒരു എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞു. എക്സ്റേ എടുത്തപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് എക്സ്റേയിൽ നടു വിട്ടിരിക്കുകയാണ്. മെഡിക്കൽ കോളേജിൽ കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. യൂറിൻ സർജറി ഡോക്ടറെ കാണിക്കാനാണ് പറഞ്ഞത്. ഈ സമയത്ത് കാലിൽ നീര് വന്ന് പെരുപ്പ് കയറുന്നത് പോലത്തെ ഒരു സംഭവമുണ്ട് കാലിന്. അതുപോലെ തന്നെ യൂറിൻ പോകത്തില്ല. യൂറിൻ പോയി ചെന്ന് നിന്നാൽ കുറേ സമയം, ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞാണ് വരുന്നത്. അത്രയ്ക്ക് ആ അവസ്ഥയായിരുന്നു. അങ്ങനെ വയറ് വേദനയും സ്കാനിങ് ചെയ്തപ്പോൾ മൂത്രസഞ്ചിയിൽ നീരും പഴുപ്പും ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഹാർട്ട് സംബന്ധമായിട്ട് വെപ്രാളമൊക്കെ വന്ന് അത് ഹാർട്ടിന് വാൽവേഷ്യം ഉണ്ടായി. അങ്ങനെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു BP, ഷുഗർ ഇത് രണ്ടും ഹാർട്ടിൽ കയറി വ്യാപിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. ഇങ്ങനെ എല്ലാ രോഗങ്ങളും ഒരുമിച്ചായി, തീരെ സുഖമില്ലാതെയായി. അങ്ങനെ ന്യൂറോ സർജറിയെ കാണിച്ചപ്പോൾ ന്യൂറോ സർജറി പറഞ്ഞ് നിങ്ങൾ വേഗം ഒരു MRI സ്കാനിങ് എടുക്കണമെന്ന് പറഞ്ഞു. MRI സ്കാനിങ് എടുത്തുകൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ മെഡിസിൻ OPയിൽ കാണിക്കണം എന്ന് പറഞ്ഞ് അങ്ങോട്ട് വിട്ടു. മെഡിക്കൽ OPയിൽ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എല്ല് ദ്രവിക്കുന്ന ഒരു രോഗമാണ്, ക്യാൻസറാണ് ഈ രോഗത്തിൻ്റെ പേര് എന്ന് പറഞ്ഞു. സഹിക്കാൻ വയ്യാത്ത വേദനയാണ് ഉണ്ടായത്. ഞങ്ങൾ 2 പേരും കൂടെയാണ് പോയത്. ഞങ്ങളുടെ 2 പേരുടെ മുഖത്ത് നോക്കി തന്നെ ഡോക്ടർ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു റേഡിയോ തെറാപ്പിയിൽ OP എടുത്ത് അവിടെയും കാണിക്കണം, ഹെമസ്റ്റോളജി OPയിലും ടോക്കൺ എടുത്ത് അവിടെയും കാണിക്കണമെന്ന് പറഞ്ഞു. 2 കാണിച്ചിട്ടേ പോകാവൂ എന്ന് പറഞ്ഞ് കുറച്ച് ചെക്കപ്പ് ചെയ്യാനുള്ള കുറേ തുണ്ടുകൾ എഴുതി തന്നു. ഇത് കൊണ്ടുപോയി ഹെമസ്റ്റോളജിയിൽ കാണിക്കാൻ നമ്മൾ പോയി. 2 OP എടുത്തു. റേഡിയോ തെറാപ്പിയിലൊന്നും OP എടുത്തുകൊണ്ടാണ് നമ്മൾ അവിടെ പോയത്, ഹെമസ്റ്റോളജി. അവിടെ കാണിച്ചപ്പോൾ ഡോക്ടർ കാണിക്കാൻ പോയപ്പം എനിക്ക് സഹിക്കാൻ വയ്യാത്ത വേദനയായിരുന്നു. ഞാൻ അമ്മ മാതാവിൻ്റെ കാശുരൂപം എന്നും എൻ്റെ കഴുത്തിൽ ഇട്ട് തന്നെയാണ് ഞാൻ ഭർത്താവിനെ കൊണ്ട് ആശുപത്രിയിൽ പോകുന്നത്. ഞാൻ അവിടെ നിന്ന് വേദനിച്ച് കരഞ്ഞ് അമ്മ മാതാവേ എൻ്റെ ഭർത്താവിനൊന്നും വരുത്തല്ലേ, എനിക്ക് ഇവിടെ നിന്ന് തന്നെ അപ്പുറത്ത് പോകാനുള്ള കഴിവ് പോലും എനിക്കില്ല, എനിക്ക് ഒരു ബുദ്ധിയും ഇല്ലാത്ത സ്ത്രീയാണ് അമ്മ, എൻ്റെ ഭർത്താവിനൊന്നും വരുത്തല്ലേ. ഞാനിവിടെ പോയാലും എൻ്റെ ഭർത്താവിൻ്റെ കൂടെയാണ് പോകുന്നത്, അല്ലാതെ എനിക്ക് യാത്ര ചെയ്ത് കുറേ ദൂരം ഇന്നടുത്ത് പോയി ഇറങ്ങാൻ പറഞ്ഞാൽ പോലും എനിക്കറിയില്ല. അങ്ങനെ ഞാൻ വേദനിച്ച് കരഞ്ഞുകൊണ്ട് നിന്നപ്പോൾ ഡോക്ടർ പേര് വിളിച്ചു. അകത്ത് കയറിയപ്പോൾ മെയിൻ ഡോക്ടറെ അടുത്ത് ഒരു രോഗി ഇരിക്കുന്നു. ഞങ്ങളടുത്ത ഒരു ഡോക്ടറെ അടുത്താണ് കാണിക്കാൻ പോയിരുന്നത്. അപ്പോൾ അവിടെ ഒരു മാതാവിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു. എൻ്റെ സങ്കടമെല്ലാം അവിടെ തന്നെ പോയി. ഡോക്ടർ പറയുന്നു, ഡോക്ടർ എല്ലാ കാര്യങ്ങളും മെയിൻ ഡോക്ടർ അടുത്തിരുന്ന രോഗിയോടല്ല ചോദിച്ചത്,
അടുത്തിരുന്ന ഡോക്ടറെ അടുത്തിരുന്ന രോഗിയുടെ എല്ലാ രോഗവിവരങ്ങളും ചോദിച്ചു. അപ്പോഴും തൈറോയ്ഡുണ്ട്, BP ഉണ്ട്, ഷുഗറുണ്ട്, BP ഷുഗർ ഹാർട്ടിൽ വ്യാപിച്ചിട്ടുണ്ട്, മൂത്താശ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. എല്ലാം ഡോക്ടറെല്ലാം നോക്കിയിട്ട് ഉടൻ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾ ചികിത്സാ കാർഡ് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് കേട്ടു. അങ്ങനെ ആരും ചോദിക്കില്ല. എനിക്കപ്പോഴും മനസ്സിലായി അമ്മ അവിടെ ഇടപെട്ട് നിൽക്കുകയാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചികിത്സാ കാർഡ് കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ എന്ന് പോകുമ്പോൾ അത് എടുത്തു വെച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോഴും പറഞ്ഞു ഉടൻ തന്നെ അഡ്മിറ്റ് ആക്കണം. 2 മണിയായി. അഡ്മിറ്റാക്കിയിട്ട് എല്ലിൽ നിന്ന് മഞ്ച കുത്തിയെടുത്ത് പരിശോധിക്കണം, നിങ്ങൾ അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞു. അവിടെ അഡ്മിറ്റായി മഞ്ച എടുത്ത് കുത്തി പരിശോധിക്കാനായിട്ട് അവിടെ എല്ലാം എടുത്ത് ഡോക്ടർ കൊടുത്തു. അതിന് പോലും എനിക്ക് പോകാൻ എനിക്ക് വഴി അറിയില്ല. ഞാൻ ഇവിടെ നിന്ന് എല്ലാവരുടെയും മുമ്പേ പറയണം, അത്രയ്ക്ക് എനിക്കൊന്നും അറിയില്ല. ഞാനിങ്ങനെ നിൽക്കണമെന്നേ ഉള്ളൂ. ഞാൻ അതും കരഞ്ഞുകൊണ്ട് പോയപ്പോൾ ദൂതനെ അയക്കും പോലെ ഒരു ദൂതനെ തന്നെ ഈശോ അയച്ചു. എൻ്റെ കൂടെ ഭർത്താവോടെ കിടക്കുന്നുണ്ടായിരുന്നു. എൻ്റെ കൂടെ വന്ന് ഈ എടുത്ത മഞ്ച കൊണ്ടുവന്ന് കൊടുക്കാനായിട്ട് ആ ദൂതൻ എൻ്റെ കൂടെ വന്ന് പുറത്ത് കൊണ്ടുപോയൊക്കെ കൊടുത്തിട്ട് വന്നു. എല്ലാം എനിക്ക് അമ്മ മാതാവ് സംരക്ഷണം നൽകിക്കൊണ്ടിരുന്നു. അപ്പോഴവിടെ തന്നെ എക്സ്റേ എടുക്കാൻ പറഞ്ഞു. നെഞ്ചിൽ വേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നെഞ്ചിൽ CT സ്കാനിങ് എടുക്കണമെന്ന് പറഞ്ഞു. ആദ്യം എക്സ്റേ എടുക്കാൻ പറഞ്ഞു. എക്സ്റേ എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു മുഴയുണ്ട്. അവിടെ ഡോക്ടറെ അടുത്തൊക്കെ തൊട്ട് കാണിച്ചിട്ട് പറഞ്ഞ് ഇവിടെ മുഴയുണ്ട്, അതുകൊണ്ട് ഒരു CT സ്കാനിങ് എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ CT സ്കാനിങ് എടുക്കാൻ പോയി. CT സ്കാനിങ് എടുത്ത് അതും അവർ പറഞ്ഞു സംശയമുണ്ട്, നമുക്ക് പ്രത്യേകം നോക്കാനുണ്ട്, അതുകൊണ്ട് നിങ്ങളെ വിളിച്ചിട്ട് വേണം വന്ന് ഈ CT സ്കാനിങ് ആക്കി. അത് 2250 രൂപ മരുന്ന് കുത്തി വെച്ചാണ് ഇത് പരിശോധിച്ചത്. ഇത് മുഴയുണ്ടെന്ന് അറിവുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് കുത്തി പരിശോധന നടത്തിയ റിപ്പോർട്ടും CT സ്കാനിങ് ചെയ്ത റിപ്പോർട്ടും രണ്ടും ഒരുമിച്ച് കിട്ടി. ഇത് കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചു. ഡോക്ടറെ കാണിച്ചപ്പോൾ ഞങ്ങളെ പുറത്താക്കിയിട്ട് മകനെ മാത്രം ഇരുത്തി പറഞ്ഞു ക്യാൻസർ 4.5% ഉണ്ട്. 3 മുഴ ശ്വാസകോശത്തിൽ 2-3 മുഴയുണ്ട്. അതുകൊണ്ട് മൂക്കിൽ കൂടെ ട്യൂബിറക്കി ചെയ്യുന്ന ഒരു ചെക്കപ്പ് ഉണ്ട്, അതിന് ഡേറ്റ് തരാം, നിങ്ങൾ വന്ന് ചെക്കപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോയിട്ട് ഡോക്ടർ പറഞ്ഞു വരുന്നതിനും തലേ ദിവസം 10 മണിക്ക് ശേഷം ആഹാരമൊന്നും കഴിക്കരുത്, വരുമ്പോഴും ഒരു ആഹാരവും കഴിക്കല്ലേ, വേണമെങ്കിലും BP-ക്കുള്ള ഗുളിക മാത്രം കഴിച്ചിട്ട് വരണമെന്ന് പറഞ്ഞാണ് വിട്ടത്. 10-20 ദിവസത്തെ ഡേറ്റ് ഉണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ പോയി. അന്ന് മുതൽ കാശിരൂപം എടുത്ത് മാതാവിൻ്റെ കാശിരൂപം എടുത്ത് ഉടമ്പടി തൈലം കയ്യിലെടുത്ത് ഭർത്താവിൻ്റെ കുറുക്കിലും നെഞ്ചിലും കുരിശ് വരച്ച് ഈശോപ്പ ഞാൻ പാവിയാണ്, അമ്മ മാതാവേ എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ രോഗം എടുത്ത് മാറ്റിത്തരാൻ അങ്ങ് പുത്രനോട് മാധ്യസ്ഥം വഹിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കുരിശ് കുറുക്കിലും നെഞ്ചിലും വരച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലും. എന്നും സന്ധ്യപ്രാർത്ഥന കഴിഞ്ഞോടെ എന്നും ചെയ്യുമായിരുന്നു. പോകുന്ന തലേ ദിവസം രാത്രി 10 മണിക്ക് ശേഷം 1 തുള്ളി ഉടമ്പടി ഉപ്പ്, 1 തുള്ളി എണ്ണ, 1 തുള്ളി തേന്, ഉടമ്പടി തേന്, ഇത് 3ഉം എടുത്ത് പൂരം വെള്ളത്തിൽ ഒഴിച്ച് കുരിശ് വരച്ച് മാതാവിനെ ഈ വെള്ളത്തിൽ കാണിച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ എൻ്റെ ഭർത്താവിന് രാത്രി കൊടുത്തു. പോകുന്ന സമയത്തും ഇതുപോലെ കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് ഭർത്താവിന് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി ചെക്കപ്പിന് സമയമായി. ചെക്കപ്പ് നടത്താൻ കണ്ണുകൾ കെട്ടി അവർ മൂക്കിൽ കൂടെ ട്യൂബിറക്കി ചെയ്യുന്ന ഇതാണ്
അപ്പോഴേ നമുക്ക് ബോട്ടിൽ വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. ഞങ്ങളൊരു വലിയ ബോട്ടിൽ വാങ്ങിച്ചു കൊടുത്തു. അത് ഉള്ളിൽ നിന്നെടുത്ത് പുറത്ത് ലാബിൽ പത്തോളജി ചെയ്യേണ്ടതാണ്. 2 പേരെ കൂടെ കൊണ്ടുവരണം, ഇത് 2 ലാബിലായിട്ട് കൊടുക്കണമെന്നും പറഞ്ഞ് പോയതാണ്. അവിടെ പോയപ്പോൾ കണ്ണുകെട്ടി പരിശോധിച്ചപ്പോൾ അവിടെ ഒരു മുഴ പോലും യേശുവപ്പ അവിടെ വച്ചിരുന്നില്ല. എല്ലാം യേശുവപ്പ സൗഖ്യപ്പെടുത്തി. എന്നിട്ട് അവിടെ നിന്ന് പൂരം കഫം എന്തോ എടുത്ത് 2 ലാബിൽ കൊടുത്ത് ചെക്കപ്പ് ചെയ്ത് അതിൽ ഒരു കുഴപ്പവും എല്ലാം ഈ റിസൾട്ട് കിട്ടി. സ്കാനിങ്ങിലെ റിപ്പോർട്ടും എല്ലാം കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിൽ ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ന്യൂറോ സർജറീനെ കാണിക്കാൻ പറഞ്ഞു. ഈ ശ്വാസകോശത്തിൽ മുഴയോ ഒന്നുമില്ല, നിങ്ങൾക്ക് വേറെ ഒരു കുഴപ്പവുമില്ല, ഇനി ന്യൂറോ സർജറി കാണിക്കാൻ പറഞ്ഞു. നേരെ ന്യൂറോ സർജറിയെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ എല്ലാ റിപ്പോർട്ടും എടുത്ത് നോക്കിയിട്ട് പറഞ്ഞ് കുഴപ്പങ്ങളൊന്നുമില്ല, ഇത് ചെറിയ കുഴപ്പം മരുന്ന് കഴിക്കുമ്പോൾ അങ്ങ് മാറും, അത് ഒരു ഞരമ്പ് തെറ്റിക്കിടക്കുകയാണ് കുറുക്കിൽ, അതിൻ്റെ കുഴപ്പമാണ് എന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു. അപ്പോഴും ഞാൻ ചോദിച്ചു സാറേ ക്യാൻസർ ആണെന്നാണ് പറഞ്ഞത്. അപ്പോഴും ഡോക്ടർ പറഞ്ഞു ആര് പറഞ്ഞു, ഈ ഇരിക്കുന്ന ആൾക്ക് ഈ ക്യാൻസർ എന്ന രോഗമേ ഇല്ല എന്ന് ഡോക്ടർ പറഞ്ഞു.